പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക് എന്ന് വെച്ചാൽ സ്പെർമറ്റോജെനിസിസും ആയിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് ഏതൊക്കെയെന്നുള്ളതാണ്. ഇപ്പോൾ മെയിൽസിലെ ഈ സ്പേം പ്രൊഡക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം ഹോർമോണിൻ്റെ കൺട്രോളിലാണ്. അപ്പം ആ ഹോർമോൺസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്കിനി അടുത്ത് നോക്കാനുള്ളത്. അതാണ് സ്പെർമറ്റോജെനിസിസ് ആൻഡ് ഹോർമോൺസ്. സ്പെർമറ്റോജെനിസിസ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. സ്പെർമറ്റോജെനിസിസ് എന്ന് വെച്ചാൽ സ്പേമിൻ്റെ ഫോമേഷൻ ഓഫ് സ്പേം ആണ് നമ്മൾ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഈ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ്. പ്യൂബർട്ടി അറിയാമല്ലോ, ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ മെയിൽസിൻ്റെ ബോഡിയിൽ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒത്തിരി ഫിസിക്കലായിട്ടുള്ളതും മെൻ്റലായിട്ടുള്ള ഒരുപാട് ചേഞ്ചസും ഈ ഒരു സ്റ്റേജിൽ മെയിൽസിൽ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസിനും അതുപോലെ തന്നെ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനും എല്ലാം സഹായിക്കുന്നത് ഈ GnRH എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഇൻക്രീസ്ഡ് റിലീസിങ് ആണ്. ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് സെക്രീഷൻ്റെ ഫലമായിട്ടാണ് ഈ ചേഞ്ചസും അതുപോലെ തന്നെ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ GnRHൻ്റെ ഫുൾ ഫോം ഇവിടെ തന്നിട്ടുണ്ട്, ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. അതൊരു ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പം നമുക്കറിയാം, ഗ്ലാൻസ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹൈപ്പോതലാമസ്, നമ്മുടെ ബ്രെയിനിൽ കാണപ്പെടുന്ന ഹൈപ്പോതലാമസ് ആണ് ഈ GnRH എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫുൾ ഫോം ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. ഇപ്പം ഗൊണാഡോട്രോഫിൻ മീൻസ് ഗൊണാഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? മെയിൽസിൻ്റെ കേസിലെ ഗൊണാഡ്സ് എന്ന് പറയുന്നത് ടെസ്റ്റിസും ഫീമെയിൽസിൻ്റെ കേസിലെ ഗൊണാഡ്സ് എന്ന് പറയുന്നത് ഓവറീസുമാണ്. അപ്പം അതുകൊണ്ടാണ് അതിന് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ന് പേര് വന്നത്. ഗൊണാഡ്സിൻ്റെ ഫങ്ഷൻസുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണാണ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ GnRH എന്ന് പറയുന്ന ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ്. അപ്പം ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഹൈപ്പോതലാമസ് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഹോർമോൺ നമ്മുടെ ഹൈപ്പോതലാമസിന് അടുത്തായിട്ട് കാണപ്പെടുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ പോർഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. നിങ്ങൾ ആ പാത്ത് മനസ്സിലാക്കി വെച്ചുക. ഹൈപ്പോതലാമസ് GnRH പ്രൊഡ്യൂസ് ചെയ്യും. ഈ GnRH എന്ന് പറയുന്ന ഹോർമോൺ വന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ പോർഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗൊണാഡോട്രോഫിൻസ് എന്ന് പറഞ്ഞ 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺസാണ് ല്യൂട്നൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. അങ്ങനെ 2 ഗൊണാഡോട്രോഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യും, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ 2 ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഹൈപ്പോതലാമസിൽ നിന്നുള്ള GnRH എന്ന് പറയുന്ന ഹോർമോൺ വരുന്നതുകൊണ്ടാണ്. ആ GnRH ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് ഈ 2 ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഈ ഗൊണാഡോട്രോഫിനെ റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ എന്നുള്ളൊരർത്ഥവും GnRHനുണ്ട്. അതുകൊണ്ടാണ് അതിന് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത്. ഗൊണാഡോട്രോഫിൻസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ. അപ്പോൾ ഗൊണാഡോട്രോഫിൻസ് ആരൊക്കെയാണ്? ല്യൂട്നൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. അത് നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ പോർഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഹൈപ്പോതലാമസിൽ നിന്നുള്ള GnRH വന്ന് പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ല്യൂട്നൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും റിലീസ് ചെയ്യും. ഇനി ഈ ഹോർമോണിനെയാണ് നമ്മൾ ഗൊണാഡോട്രോഫിൻസ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അല്ലെങ്കിൽ ആ ഹോർമോൺസിൻ്റെ ഫംഗ്ഷനാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ ല്യൂട്നൈസിങ് ഹോർമോൺ നമ്മുടെ ടെസ്റ്റിസിലെ നമ്മൾ പറഞ്ഞ ലേഡിംഗ് സെൽസിലാണ് വന്നത്. ലേഡിംഗ് സെൽസിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. നമ്മൾ പറഞ്ഞതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസിന് പുറത്ത് കാണപ്പെടുന്ന സെല്ലാണ് ലേഡിംഗ് സെൽസ്. ഈ ല്യൂട്നൈസിങ് ഹോർമോൺ ലേഡിംഗ് സെൽസിൽ വന്ന് ആക്ട് ചെയ്തിട്ട് ആ സെൽസിനെ കൊണ്ട് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ പഠിച്ചതാണ് ലേഡിംഗ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ്റെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ്. ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസാണ് ലേഡിംഗ് സെൽസ്. അപ്പം ഈ ലേഡിംഗ് സെൽസിനെ കൊണ്ട് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ല്യൂട്നൈസിങ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. അപ്പം ല്യൂട്നൈസിങ് ഹോർമോൺ ഫസ്റ്റ് ലെറ്റർ L അല്ലേ, ലേഡിംഗ് സെൽസും L ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ല്യൂട്നൈസിങ് ഹോർമോൺ ലേഡിംഗ് സെൽസിൽ വന്ന് ആക്ട് ചെയ്യും. ലേഡിംഗ് സെൽസ് അതിൻ്റെ ഫലമായിട്ട് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജൻ നമ്മുടെ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്പെർമറ്റോജെനിസിസ് എന്ന് വെച്ചാൽ എന്താണ്?
മെയിൽ ജേം സെൽസ് സ്പേമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സ് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇപ്പോൾ ഇതാണ് ല്യൂട്ടനൈസിങ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. ല്യൂട്ടനൈസിങ് ഹോർമോൺ ലീഡിങ് സെൽസിൽ ആക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ്രോജൻ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി മറ്റൊരു ഗൊണാഡോട്രോഫിൻസ് ആണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അല്ലെങ്കിൽ നമ്മളതിനെ FSH എന്ന് പറയും, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെറ്റോളി സെൽസിലാണ് വന്ന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു എസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെറ്റോളി സെൽസിൽ വന്ന് ആക്ട് ചെയ്യും. സെറ്റോളി സെൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് കാണപ്പെടുന്ന ഒരു സെല്ലാണ്, ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് സെറ്റോളി സെൽസ്. ഈ സെറ്റോളി സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഡെവലപ്പ് ചെയ്യുന്ന സ്പേംസിന് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് സെറ്റോളി സെൽസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ആ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഹോർമോൺ സെറ്റോളി സെൽസിനെ സഹായിക്കും. അപ്പോൾ സെറ്റോളി സെൽസിൽ FSH വന്ന് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സെറ്റോളി സെൽസ് എന്ത് ചെയ്യും? സെക്രീഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ഫോർ സ്പെർമിയോജെനിസിസ്. ആ സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി ഉള്ള ഫാക്ടേഴ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. മീൻസ് സ്പേം കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സ്പേം റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് അതുവരെയുള്ള ഫാക്ടേഴ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സെറ്റോളി സെൽസിനെ സഹായിക്കുക എന്നുള്ളതാണ് FSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് സ്പെർമറ്റോജെനിസിസ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഹോർമോൺസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഹൈപ്പോതലാമസ് GnRH എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. ഈ GnRH പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വന്ന് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, LHഉം FSHഉം, അല്ലെങ്കിൽ ലൂട്ടനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. അപ്പം ഈ LH എന്ന് പറയുന്ന ലീഡിങ് സെൽസിൽ ആക്ട് ചെയ്യും. ലീഡിങ് സെൽസ് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ്രോജൻ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. FSH എന്ന് പറയുന്ന ഹോർമോൺ സെറ്റോളി സെൽസിൽ വന്ന് ആക്ട് ചെയ്യും. സെറ്റോളി സെൽസ് സ്പെർമിയോജെനിസിസിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും.